സ്കൂളൊക്കെ തുറക്കാനായി ഓർമ്മിച്ചോണ്ട് നമ്മളതേ പുതിയ വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ. രാവിലെ തന്നെ ഇവന്മാര് ക്രിക്കറ്റ് ഒക്കെ കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടാ. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഈ ക്യൂട്ടായിട്ടുള്ള കാർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടാ. എനിക്ക് ഈ കാർ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഈ തത്തമ്മേനെയും. ഇതെന്റെ അനിയൻ ഇടപ്പള്ളിന്ന് ഇപ്പൊ വാങ്ങിച്ചോണ്ടെന്ന് കൊടുത്താണ് കേട്ടോ ഇവന് കളിക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഇവന്റെ ജനലയുടെ അവിടെ പോയി നിൽക്കുന്നുണ്ട്. എന്താ നോക്കണേന്ന് ചോദിച്ചപ്പോൾ അമ്മ എൻ്റെ വെണ്ടയ്ക്ക ചെടി വലുതായ വെണ്ടയ്ക്ക ഉണ്ടായെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവന്റെ ലൈഫിൽ ആദ്യമായിട്ട് നട്ട ചെടിയാണിട്ടത്. ഇവനെപ്പോഴും കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ റൂമിന്റെ തൊട്ട് പുറകിലാണ്ട് നട്ട് കൊടുത്തേക്കണം. അയ്യോ എൻ്റെ കൈ പോയി എന്ന് പറഞ്ഞ് അവിടെ ഒച്ചപ്പാട് കേട്ട് നോക്കിയപ്പോഴേക്ക് എന്തേ കത്തി കൊണ്ട് എന്തോ കളിച്ചിട്ട് കൈയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ. സ്വന്തമായിട്ട് അവിടെ ചെയ്തുകൊണ്ട് അവനൊന്നും മിണ്ടാതിരിക്കാണ് കേട്ടാ. ഞാൻ എന്തെങ്കിലും പറഞ്ഞല്ലാന്ന് വിചാരിച്ചായിരിക്കട്ടെ അവൻ അറിയാത്തത്. അത് കഴിഞ്ഞ് ദേ വാവേ അവനും കൂടി ദേ ലുഡോ ബോർഡ് കളിച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പം ഇന്ന് കൈയൊക്കെ പൊട്ടി പറഞ്ഞ പുറത്തോട്ട് പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അമ്മാമ്മയും അനിയനൊക്കെ കൂടിയാണ് കേട്ടോ കളിക്കുന്നത്. ഇവനാണെങ്കിൽ കളിക്കാനോട്ട് സമ്മതിക്കുകയില്ല കേട്ടോ. വാവയാണെങ്കിൽ അതിൻ്റെ പൊക്കത്ത് കാർ കൊണ്ട് ഓടിക്കുകയാണേ. അത് കഴിഞ്ഞ് ഞാൻ വരയ്ക്കാനായിട്ട് കുറച്ച് ക്രയോൺസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവന്. അപ്പം ദേ അവനാണെങ്കിൽ ഓരോ സാധനങ്ങൾ വരച്ചിട്ട് എന്നെ കൊണ്ടൊന്ന് കാണിക്കാണ് കേട്ടോ. ഇതെന്താടാ മഴയത്ത് സൂര്യനൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കണേന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവനൊന്നും മിണ്ടണില്ല കേട്ടാ. ഇവൻ വരയ്ക്കണ പടി ഇവന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അമ്മ ഇത് കണ്ടാ ഞാൻ ഇന്ത്യയുടെ കൊടി വരച്ചെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ഇതെന്ത് സാധനം എന്ന് വെച്ചിട്ട് അവൻ അറിയാനും പാടില്ല. വൈകുന്നേരം ഇപ്പം ഞങ്ങൾ രണ്ടാളും കൂടി ടെറസിൻ്റെ പൊക്കത്ത് കയറി നിൽക്കാൻ കേട്ടാ. ഇവിടെ സൺസെറ്റ് ഒക്കെ കാണാൻ നല്ല രസമാണ് കേട്ടാ.